മെസ്സിയുടെ കേരളത്തിലേക്കുള്ള വരവിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് പ്രകോപിതനായി കായികമന്ത്രി വി അബ്ദുറഹ്മാൻ. മെസ്സി വരുമോ എന്ന ചോദ്യത്തിന് സ്പോൺസറോട് പോയി ചോദിക്കുകയെന്നായിരുന്നു മറുപടി. മന്ത്രി മാധ്യമപ്രവർത്തകരെ ബലമായി പിടിച്ചുമാറ്റുകയും ചെയ്തു. മന്ത്രിക്കൊപ്പമുണ്ടായിരുന്ന AC മൊയ്തീൻ MLA-യും മാധ്യമപ്രവർത്തകരോട് തട്ടിക്കയറി. മാധ്യമങ്ങളുടെ മൈക്ക് തട്ടിമാറ്റിയാണ് AC മൊയ്തീൻ പ്രതികരിച്ചത്. ചെവിയിൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് അല്ല, സീൻ ഉണ്ടാക്കാനല്ല പോലീസ് എന്തിനാ കയ്യേറ്റം ചെയ്യുന്നത്? പോലീസ് എന്തിനാ കയ്യേറ്റം ചെയ്യുന്നത്? നല്ലൊരു പരിപാടി വരുമ്പോ പിന്നെ പറഞ്ഞില്ലേ വിവരങ്ങളുമായി സാനു കെ സജീവ് ചേരുകയാണ്. സാനു, മന്ത്രിക്കായാലും MLA-ക്കായാലും മെസ്സി വരുമോ എന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല, ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ ഒന്നുമില്ല. അത് തന്നെയാണ് ഈ പ്രകോപനത്തിന് കാരണമല്ലേ? KP, തീർച്ചയായിട്ടും തൃശ്ശൂരിലെ എരുമപ്പെട്ടി സ്കൂൾ മൈതാനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കായിക മന്ത്രി അവിടേക്ക് എത്തുന്നത്. ആ കായിക മന്ത്രി എത്തുമ്പോഴേക്കുമാണ് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യം ഉണ്ടാകുന്നത്. അതായത് മെസ്സി വരുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമായിരുന്നു കായിക മന്ത്രിയോട് മാധ്യമ പ്രവർത്തകർ ആരാഞ്ഞത്. എന്തായാലും അത്യന്തം ഈ ഭീഷണിപ്പെടുത്തുന്ന തരത്തിൽ മാധ്യമ പ്രവർത്തകരോട് വലിയ രീതിയിലുള്ള പ്രകോപനകരമായിട്ടാണ് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് നീക്കങ്ങളൊക്കെ ഉണ്ടായത്. ഒപ്പം തന്നെ മന്ത്രി മറുപടി പറയാതെ ഏറെ നേരം മുന്നോട്ട് നീങ്ങുന്നു. ഒപ്പം തന്നെ മാധ്യമ പ്രവർത്തകർ പിന്നാലെ ചെല്ലുന്നു. അതിനുശേഷമാണ് മാധ്യമപ്രവർത്തകരുടെ തോളിൽ കൈയിട്ടുകൊണ്ട് പോയിട്ട് തള്ളി മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ മാധ്യമപ്രവർത്തകരുടെ തുടർച്ചയായിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുന്നു. മാധ്യമപ്രവർത്തകരെ പാർട്ടി അണികൾക്കിടയിലേക്ക് എത്തിച്ചതിന് ശേഷം മന്ത്രി അവിടെ നിന്ന് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇതിനുശേഷം ഈ പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് മാധ്യമപ്രവർത്തകർക്ക് നേരെ വലിയ പ്രകോപനവും വെല്ലുവിളി അടക്കമുണ്ടാകുന്നു. പേരെടുത്ത് പറഞ്ഞുകൊണ്ട് വെല്ലുവിളിക്കുന്നു. ഈ ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായത്. ഒപ്പം തന്നെ മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്ന AC മൊയ്തീൻ MLA-യും സമാന നിലയിൽ തന്നെയുള്ള പ്രകോപനം തുടർന്നു എന്നുള്ളതാണ്. അതായത് മന്ത്രി പറഞ്ഞത്, നിങ്ങൾ സ്പോൺസറോട് പോയി ചോദിക്കൂ മെസ്സി വരുന്ന കാര്യം. എന്തായാലും ഇത്രയും നാളും മെസ്സി വരുമെന്ന് പറഞ്ഞിരുന്ന കായിക മന്ത്രിയുടെ ആ നിലപാട് മാറിയിരിക്കുന്നു. ഒപ്പം തന്നെ അതിൽ മറുപടി ഇല്ലാതായിരിക്കുന്നു. മെസ്സി വരില്ല എന്നുള്ള കാര്യത്തിൽ തീരുമാനമായതോടുകൂടി ചോദ്യത്തോട് പോലും വലിയ അസഹിഷ്ണുത മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നു. ഒപ്പം തന്നെ ഇത്തരത്തിലുണ്ടായിരിക്കുന്ന ഈ ഒരു പരാജയം, ആ പരാജയത്തിൻ്റെ ജാള്യത മറയ്ക്കാൻ വേണ്ടി പാർട്ടി പ്രവർത്തകർക്കിടയിലേക്ക് മാധ്യമ പ്രവർത്തകരെ തള്ളിവിട്ടതിന് ശേഷം ഈ പാർട്ടി പ്രവർത്തകർ മാധ്യമ പ്രവർത്തകർക്ക് മേൽ കുതിര കയറുന്നത് പോലും നോക്കി നിൽക്കുന്ന നിലയിലേക്ക് കായിക മന്ത്രിയും ഒപ്പം തന്നെ സ്ഥലത്തെ MLA AC മൊയ്തീനും മാറി എന്നതാണ് ഇതിലുള്ള വാസ്തവം. ഇവിടെ മെസ്സി വരും, അർജന്റീന ടീം വരുമെന്ന് സർക്കാർ സംവിധാനങ്ങൾ തന്നെ പ്രചരിപ്പിച്ചപ്പോൾ, കായിക മന്ത്രി തന്നെ പല കുറി ഇത് ആവർത്തിച്ചപ്പോൾ വലിയ പ്രതീക്ഷയിലായിരുന്നു കേരളത്തിന്റെ കായിക രംഗം, പ്രത്യേകിച്ച് ഫുട്ബോൾ പ്രേമികൾ. അവരൊക്കെയും മെസ്സിയെ ഒന്ന് കാണാൻ, അർജന്റീന ടീമിന്റെ മത്സരം നേരിലൊന്ന് കാണാൻ അത്രമേൽ കൊതിച്ചിരുന്നു. അവരെ വഞ്ചിക്കേണ്ട സമീപനമാണിപ്പോൾ സർക്കാർ സ്വീകരിച്ചത്. പക്ഷേ ആ ജനങ്ങളോട്, ആ കായിക പ്രേമികളോട്, സോക്കർ ആരാധകരോട് എന്ത് മറുപടി നൽകാനാണിവർ? കാരണം ഇത്തരത്തിൽ പല വാഗ്ദാനങ്ങൾ നൽകുകയാണ് ഈ മന്ത്രിയൊക്കെ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒരു ഉത്തരവ് ഇവർക്ക് നൽകാനുമില്ല. സാധാരണക്കാരായ ജനങ്ങളുടെ ചോദ്യത്തിന് ഇങ്ങനെ പ്രകോപിതരാവുക, അങ്ങനെ ജനങ്ങളെ വീണ്ടും വീണ്ടും വഞ്ചിക്കുക, അല്ലേ? തീർച്ചയായിട്ടും വലിയ രീതിയിൽ ഫുട്ബോൾ ആരാധകർ മെസ്സിയെ കാത്തിരിക്കുകയായിരുന്നു. അതായത് മെസ്സി വരുന്ന ആ ഒരു നിമിഷത്തിനായി, മെസ്സിയുടെ ആ കളി കാണുന്നതിന് വേണ്ടിയിട്ട്, അവരുടെ ടീമിൻ്റെ കളി കാണുന്നതിന് വേണ്ടിയിട്ട് കേരളത്തിലെ ഫുട്ബോൾ ആരാധകർ, ആ ആരാധക വൃന്ദം ഒന്നായി തന്നെ കാത്തിരിക്കുകയായിരുന്നു. ആ കാത്തിരിപ്പിനൊടുവിലാണ് ഇത്തരത്തിൽ മെസ്സി വരില്ല എന്ന തരത്തിലുള്ള ഒരു മറുപടി ഔദ്യോഗികമായിട്ട് വരുന്നത്. അതായത് അത് കായിക പ്രേമികളെ, ഫുട്ബോൾ ആരാധകരെ എന്ന് മാത്രമല്ല കേരളത്തിലെ ജനങ്ങളെ പോലും വഞ്ചിക്കുന്ന നിലയിലേക്ക്, അല്ലെങ്കിൽ അവരെ അടച്ചാക്ഷേപിക്കുന്ന നിലയിലേക്കുള്ളൊരു പ്രവർത്തനമാണ് സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ട് ഈ കാലയളവിലെല്ലാം, കഴിഞ്ഞ കാലയളവിലെല്ലാം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മെസ്സി വരുമെന്നുള്ളൊരു ഉത്തരമാണ് കായിക മന്ത്രിയുടെ ഭാഗത്തുനിന്ന്. സ്വാഭാവികമായിട്ടും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള മറുപടിയാണ് കായിക മന്ത്രിയുടെ നാവിലൂടെ പുറത്തു വരുന്നത്. അത്തരത്തിൽ കായിക മന്ത്രി പറയുന്ന ഓരോ വാക്കുകളും അത്ര പ്രതീക്ഷയോടുകൂടിയാണ് കേരളത്തിലെ കായിക രംഗം, ഫുട്ബോൾ ആരാധകർ അടക്കം കാത്തിരുന്നത്, അല്ലെങ്കിൽ അത് കേട്ടിരുന്നത്. എന്നാൽ പൊടുന്നനെയുള്ള നിലപാട് മാറ്റം, മെസ്സി വരില്ല എന്ന് പറയുന്നു. അതിനുശേഷം പ്രതികരിക്കാൻ പോലും, ഈ ചോദ്യത്തോട് പോലും, മെസ്സി വരുമോ എന്നുള്ള ചോദ്യത്തോട് പോലും ഇത്രയധികം അസഹിഷ്ണുതയോടുകൂടി പെരുമാറുന്ന
എത്തുന്ന മന്ത്രിയുടെ ഒരു നീക്കം അല്ലെങ്കിൽ ഒരു സ്വഭാവം, ആ ശരീരഭാഷ, ആ ശൈലി അടക്കം നമ്മൾ ഇന്ന് കണ്ടതാണ്. കാരണം എല്ലാ തെറ്റുകളും മാധ്യമ പ്രവർത്തകർക്ക് മേൽ തള്ളിവെക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. മറുപടി ഒറ്റ വാക്കിൽ ഒതുക്കുന്നു. നിങ്ങൾ സ്പോൺസറോട് പോയി ചോദിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രി പോകുന്നു. അതിൽ ഏറ്റവും വലിയ ഗുരുതരമായിട്ടുള്ള തെറ്റ് ചെയ്തിരിക്കുന്നത് മാധ്യമ പ്രവർത്തകരെ പാർട്ടി പ്രവർത്തകർക്കിടയിലേക്ക്, പ്രകോപിതരായിട്ട് നിന്ന പാർട്ടി പ്രവർത്തകർക്കിടയിലേക്ക് തള്ളിയിട്ടു എന്നുള്ളത് തന്നെയാണ്. അതിന് ചുക്കാൻ പിടിച്ച് AC മൊയ്തീൻ MLA ഉണ്ടായിരുന്നു എന്നത് അത്യന്തം ഗുരുതരമായിട്ടുള്ള നടപടിയാണ് പാർട്ടിയുടെ ഭാഗത്തുനിന്ന്, MLA ഭാഗത്തുനിന്ന്, ഒപ്പം മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. മാധ്യമ പ്രവർത്തകർക്ക് നേരെ പ്രകോപിച്ചെത്തുന്ന അല്ലെങ്കിൽ അസഭ്യം പറഞ്ഞെത്തുന്ന പാർട്ടി പ്രവർത്തകരെ ശാന്തരാക്കാൻ പോലും തയ്യാറാകാതെ ഇവർ സ്ഥലത്തുനിന്ന് മടങ്ങുന്ന ഒരു സാഹചര്യവും ഇന്നുണ്ടായി. തൃശ്ശൂരിൽ നിന്നും സാനു കെ സജീവാണ് വിവരങ്ങൾ നൽകിയത്.